നമസ്കാരം. അയ്യേ, കോൺഗ്രസിന് വേണ്ടി തെറി വിളിക്കാൻ നടക്കുന്ന സൈബർ പോരാളികളെ വെറും വായി നോക്കി ലെവലിലേക്ക് സതീശൻ ഇടിച്ച് താഴ്ത്തിയിരിക്കുകയാണ്. കഷ്ടം തന്നെ. എല്ലാ പ്രൊഫൈലിലും പോയി തെറി വിളിച്ചോ, എല്ലാം ഞാൻ നോക്കിക്കോളാം. ഒടുവിൽ സതീശനെതിരെ ഒരു വിമർശനം ഉന്നയിച്ച സന്ദർഭത്തിൽ വായി നോക്കികളാണ് പറയാം. കുറേമാര് രാവിലെ പണിയൊന്നും ഇല്ലാതെ സോഷ്യൽ മീഡിയയിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളല്ല പറയണം, ഞങ്ങളാണ് പാർട്ടി. ഈ മാടമ്പി മനസ്സുള്ളവന്മാരെ അംഗീകരിക്കാൻ പറ്റാത്തവന്മാരെല്ലാം വായി നോക്കികളാണ്. അവന്മാർക്കൊക്കെ ഇവിടെ ആര് വില കൽപ്പിക്കുന്നു? ഞങ്ങൾ തീരുമാനമെടുക്കും, രാജകൽപ്പന പോലെ നടപ്പായിക്കോളും. നിന്നെ പോലുള്ള അടിമകൾക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് പെട്ടിയെടുത്ത് നിൽക്കാം, അല്ലാതെ നിങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തോട് സ്നേഹം ഉണ്ടെന്നുള്ള നിലയ്ക്കൊക്കെ ഡയലോഗ് അടിച്ചാൽ അതൊക്കെ വെറും വായി നോക്കി കാറ്റഗറിയിൽ മാത്രമേ പെടുത്താൻ പാടുള്ളൂ എന്ന് സതീശ തമ്പുരാൻ ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്തി. ഇനിയെങ്കിലും കോട്ടയം കുഞ്ഞച്ചന്മാരായി നടക്കണം, നിനക്കൊക്കെ അന്തസ്സുണ്ടെങ്കിൽ ആ പണി നിർത്തിക്കൂടെ എന്ന് നാട്ടുകാർ ചോദിക്കാൻ പോവുകയാണ്. ഇല്ല, ഞങ്ങൾ ആരും അഭിപ്രായം പറഞ്ഞിട്ടില്ലല്ലോ അതിനെക്കുറിച്ച്. കോൺഗ്രസിലെ ഒരാളും അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. അതാണ് വിവരം. ബാക്കി കാര്യത്തെക്കുറിച്ചൊക്കെ പാർട്ടി തീരുമാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടി പ്രസിഡന്റ് നിങ്ങളെ അറിയിക്കും. അല്ലാതെ ഒരു തീരുമാനവും ഞങ്ങൾ എടുത്തിട്ടില്ല. അതിന്റെ അകത്ത് രണ്ടഭിപ്രായത്തിന്റെ പ്രശ്നമില്ല. സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും കയറി വല്ലത് എഴുതിയെന്നും മറുപടി പറയേണ്ട ബാധ്യതയൊന്നും ഞങ്ങൾക്കാർക്കുമില്ല. പാർട്ടിയുടെ നേതാക്കന്മാരും ആരും അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടില്ല. പാർട്ടി ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കും. അത് KPCC പ്രസിഡന്റ് നിങ്ങളെ അറിയിക്കും. അത്രയേ ഉള്ളൂ. അല്ല, അത് അറിയിക്കും, അദ്ദേഹം അറിയിക്കും. അദ്ദേഹം സസ്പെൻഡ് ചെയ്ത്, അദ്ദേഹം പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമല്ല. സസ്പെൻഡ് ചെയ്ത് പാർട്ടിക്ക് പുറത്താണ്, പാർലമെന്ററി പാർട്ടിക്കും പുറത്താണ്. ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടിയിലില്ല. അറിയാലോ, ക്ലിയർ അല്ലേ? KPCC പ്രസിഡന്റ് അന്ന് അത് ഈ അച്ചടക്ക നടപടി പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ്. അതെല്ലാവരും കൂടി ആലോചിച്ച്, ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ടതോ KPCC പ്രസിഡന്റ് ഒറ്റയ്ക്ക് പറയേണ്ടതല്ല, എല്ലാവരുമായിട്ട് ആലോചിച്ച് KPCC പ്രസിഡന്റ് ഉചിതമായ തീരുമാനം പ്രഖ്യാപിക്കും. അന്നും അങ്ങനെയല്ലേ ചെയ്ത് എല്ലാ നേതാക്കന്മാരുമായിട്ട് കൂടി ആലോചിച്ച് ഏകകണ്ഠമായൊരു തീരുമാനം പ്രഖ്യാപിച്ചു. പിന്നെ സോഷ്യൽ മീഡിയയിൽ പലതും വായി തോന്നാനൊക്കെ ഓരോരുത്തർ എഴുതി വെക്കണേ. ഒന്നുമില്ലെങ്കിൽ തള്ളിപ്പറയാതിരുന്നൂടെയായിരുന്നു. ആരെയൊക്കെയാണ് പോയി തെറി വിളിച്ചത്? ഈ നാട്ടിൽ സതീശനെതിരെ വാ തുറക്കുന്നവരെ, അല്ലെങ്കിൽ ഷോഫി മാങ്ങാണ്ടിക്കെതിരെ എല്ലാം സംസാരിക്കുന്നവർക്കെതിരെ ഇവർ നിരന്നു നിന്ന് തെറി വിളിക്കാൻ വേണ്ടി ലൈസൻസ് കൊടുത്തതാണ്. അതിനിടയ്ക്കാണ് മാങ്ങാണ്ടിയുടെ കേസുമായി ബന്ധപ്പെട്ട് സതീശൻ സ്വന്തം നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഇമേജ് ബിൽഡപ്പ് ചെയ്യാനും ഞാനാണ് ഇതിൽ തീരുമാനങ്ങളുടെ അപ്പോസ്റ്റൽ എന്ന് വരുത്താനും, ഏത് സോഷ്യൽ മീഡിയ, അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഈ നാട്ടിലില്ല എന്ന തരത്തിലൊക്കെ എനിക്കത് അറിഞ്ഞൂടാ എന്ന നിലയ്ക്കൊക്കെ അദ്ദേഹം മറുപടി പറഞ്ഞത്. ആ മറുപടി പറഞ്ഞത് കേട്ടപ്പോഴാണ് ഇവർക്ക് കൂടുതൽ അരിശമുണ്ടായത്. അതിനിന്നിപ്പോ അദ്ദേഹം ഒരു ക്ലൈമാക്സും കൂടി പറഞ്ഞു വെച്ചതാണ് നിങ്ങൾ കേട്ടത്. ഈ രീതിയിലൊക്കെ അപമാനിച്ചതിന് ശേഷം ഞാൻ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ നടക്കാൻ നാണോ ഉളുപ്പും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. നിന്റെ ഒന്നും വാക്കിനൊന്നും ഒരു വില തരുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ആരാണ്? അധികപ്പറ്റാണ്. നിങ്ങളെയൊക്കെ എന്താണ് ഈ വിറക് കോരാനും വെള്ളം കോരാനും നാട്ടിൽ സത്യം പറയുന്നവരെയൊക്കെ പോയി തെറിവിളിക്കുക എന്ന രീതിയിലൊക്കെ അഴിച്ചുവിട്ടിരിക്കുന്ന അൽസേഷൻ നായയ്ക്ക് തുല്യമാണ് നിങ്ങളെ കണ്ടിരിക്കുന്നു എന്ന് സതീശൻ തുറന്നു പറയുമ്പോൾ, കേരളത്തെ സൈബർ മേഖലയിരുന്ന് കോൺഗ്രസിന് വേണ്ടി കുരയ്ക്കുന്നതിൽ ഏതെങ്കിലും അന്തസ്സുള്ളവരുണ്ടെങ്കിൽ ഇന്നത്തോടെ ആ പണി നിർത്തുന്നതാണ് നല്ലത്. കാര്യം അവർ പറയുന്നതിനെ ഒന്നിനും ഓൺ ചെയ്യേണ്ട കാര്യമില്ല. ഏവനെങ്കിലും എവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ഫോണിലൂടെ ഇരുന്ന് വിളിച്ചു പറയുന്നവനാണോ കോൺഗ്രസ്? അവനെന്നും ഞങ്ങളുടെ സൈബർ അല്ല, ഞങ്ങൾക്ക് ഡിജിറ്റൽ മീഡിയയേ ഇല്ല, അങ്ങനെ ഉണ്ടെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല എന്ന നിലയ്ക്ക് നേതാക്കന്മാർ അവരവർക്ക് വേണ്ടി കുറച്ചു പേരെ തീറ്റിപ്പോറ്റുന്നു, അല്ലെങ്കിൽ അവരെ പാലൂട്ടി വളർത്തുന്നു എന്നതിനപ്പുറം അങ്ങനെ അവരെ ഓൺ ചെയ്യേണ്ടതോ അവർ പറയുന്ന ഒരു കാര്യങ്ങൾക്ക് ഈ നാട്ടിൽ വില കൽപ്പിക്കേണ്ടതില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ, കേരളത്തിൽ കോൺഗ്രസിന് വേണ്ടി സൈബറിടത്തിൽ നിന്ന് കുരയ്ക്കുന്നത് അതൊന്നും കോൺഗ്രസ്സുകാരല്ല, അവരെല്ലാം വെറും വായി നോക്കി നിലവാരത്തിലുള്ളതാണെന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുകയാണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. നാണവും മാനവും ഉള്ളവർക്ക് കേട്ടാൽ മനസ്സിലാകും. ഇനിയും ഞാൻ കോൺഗ്രസ് ആണ് എന്ന നിലയ്ക്കൊക്കെ ന്യായീകരിക്കാൻ നടക്കുന്നവരുടെയൊക്കെ തൊലിക്കട്ടി, അതിന് പിന്നെ ഒന്നും പറയാനില്ല. അത് വിളിക്കാത്തടത്തൊക്കെ വലിഞ്ഞു കയറി ചെല്ലാൻ നാണമില്ലാത്തവർക്ക് അത് തുടരാമെന്ന് മാത്രമേ പറയാനുള്ളൂ. നാണോ അഭിമാനോ ഇല്ലാത്തവരോട് ബാക്കി എന്ത് പറയാൻ?